അമേരിക്കൻ GDP-യുടെ 120% അവരുടെ കടം. ആ കമ്മി കുറയ്ക്കുക എന്ന ലക്ഷ്യത്തിലാണ് നികുതി വർദ്ധിപ്പിക്കുന്നത്. നികുതി വർദ്ധിപ്പിക്കുമ്പോൾ വിദേശ രാജ്യത്തു നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് നികുതി ഏർപ്പെടുത്തുന്നത് കൊണ്ട് വിദേശ രാജ്യത്തിന് എന്തോ കുഴപ്പം വരും എന്നാണ് ട്രംപിന്റെ വിചാരം. പക്ഷെ അങ്ങനെയല്ല. ട്രംപിന് വലിയ ധാരണാ പെശകുണ്ട്. ഇന്ത്യയിൽ നിന്നും അമേരിക്കയിലേക്ക് അയക്കുന്ന ഒരു ഉടുപ്പ് $10 അമേരിക്കക്കാർ വാങ്ങിയിരുന്നതെങ്കിൽ ഈ 50%-ലധികം നികുതി ഏർപ്പെടുത്തുമ്പോൾ അത് $16 മാറും. ആ ഡോളർ കൊടുക്കേണ്ടത് ഇന്ത്യക്കാരനല്ല, അമേരിക്കക്കാരനാണ്. അത് ഇന്ത്യക്ക് മാത്രമല്ല, എല്ലാ രാജ്യങ്ങൾക്കും ടാക്സ് ഉണ്ട്. ഈ ബേസ് ടാക്സ് ഏതാണ്ട് 25% ഉയർത്തിയിരിക്കുകയാണ്, 10% എന്ന് പറഞ്ഞെങ്കിൽ. അപ്പോൾ എല്ലാ സാധനങ്ങളുടെയും വില കുറഞ്ഞത് 25% കൂടിയിട്ടുണ്ട്. മാത്രമല്ല, മാർക്കറ്റിൽ ലഭ്യത വേണ്ടേ? ഇപ്പൊ ഇന്ത്യൻ ഉൽപ്പന്നമായിരുന്നു അമേരിക്കൻ വിപണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉൽപ്പന്നം. അതങ്ങ് നിന്നുപോകും. അതിന് മാത്രമുള്ള ഓർഡർ മറ്റൊരു രാജ്യത്ത് നിന്ന് കിട്ടുമോ? അതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അങ്ങനെ ഇന്ത്യൻ മാർക്കറ്റ് ഇല്ലാതാകുമ്പോൾ വില കുറഞ്ഞ, നികുതി കുറഞ്ഞ മറ്റൊരു രാജ്യം വിപണിയിലേക്ക് ഇറങ്ങുമ്പോൾ അവർക്ക് വില കൂട്ടാം. അവർ ചോദിക്കുന്ന വില കൊടുക്കേണ്ടി വരും. അവർ ലാഭം കൂട്ടും. അപ്പൊ അടിസ്ഥാനപരമായി ബുദ്ധിമുട്ടുണ്ടാവുന്നത്, നഷ്ടമുണ്ടാവുന്നത് അമേരിക്കക്കാർക്കാണ്. ഇത് ട്രംപ് തിരിച്ചറിയുന്നില്ല.